എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഹരിക്ക് കാപ്പി കൊണ്ട് കൊടുക്കുമ്പോൾ ചൂടുണ്ടോ എന്ന് ചോദിക്കും. ഉണ്ടെന്ന് പറയുമ്പോൾ ആ മുറിയിലേക്ക് വെച്ചേരെ എന്ന് പറയുവാണ്. ഹരിയുടെ ഉദ്ദേശം വേറെയാണ്. അതായത് അലീന ആ കാപ്പിയായിട്ട് റൂമിലേക്ക് കയറുന്നെങ്കിൽ പുറകെ ഓടിച്ചെല്ലു കേട്ടോ. എന്നിട്ട് ചോദിക്കുവാണ്, ഞാനൊരു കാപ്പി ചോദിച്ചാൽ എടുത്തുകൊണ്ട് തരാൻ നിനക്ക് എന്താ ഇത്ര മടി എന്ന് ചോദിക്കുമ്പോൾ, കാപ്പി എടുത്തുകൊണ്ട് വന്നുല്ലോ ഞാൻ എന്നിങ്ങനെ പറയും. അന്നേരം എന്നാൽ അതിങ്ങ് താ എന്ന് പറഞ്ഞാൽ കയ്യിലേക്ക് കയറി പിടിക്കുക കേട്ടോ. അന്നേരത്തേക്കും അലീനയുടെ മുഖമൊക്കെ മാറും. അലീന കയ്യിൽ നിന്ന് വിട് എന്ന് പറയുമ്പോഴും വിടാതെ ഇങ്ങനെ മുറുകെ പിടിച്ചിങ്ങനെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. അന്നേരം അലീന ചോദിക്കുന്നുണ്ട് എന്താ ഉദ്ദേശമെന്ന്. അന്നേരം ഹരി പറയും പല ഉദ്ദേശം ഉണ്ടെന്ന് പറയുമ്പോൾ അതങ്ങ് കൊല്ലപ്പള്ളിയിലേ നടക്കുകയുള്ളൂ, ഇവിടെ നടക്കുകയില്ല എന്ന് പറയും. എന്നിട്ടും കയ്യിൽ നിന്ന് വിടിയല്ല. അന്നേരം ആ ചൂടുള്ള കാപ്പിയെ കയ്യിലേക്കാണ് ഒഴിക്കുന്നത്. പിടിക്കുമ്പം അന്നേരം ദേഹത്തൊക്കെ വീഴും. ആകെ പൊള്ളി വേദനയാണല്ലോ. ഇന്ന പണിയെ നീ കാണിച്ചത്, നീ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് റൂമിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോവാണ്. എന്തെങ്കിലും എനിക്ക് സങ്കടം വരുന്നുണ്ടെങ്കിലും അവിടെ കുറച്ച് ടിഷ്യൂ ഇരിപ്പുണ്ടായിരുന്നു. ടിഷ്യൂ എടുത്ത് പൊട്ടിയ ഗ്ലാസ്സൊക്കെ എടുത്ത് അടുക്കി വെച്ചിട്ട് ആ വെള്ളമൊക്കെ അതുകൊണ്ടങ്ങ് തുടച്ചെടുക്കുവാണ് അലീന. പിന്നെ കാണിക്കുന്ന ഒരു സ്ത്രീയാണ്. അവർക്ക് സഹായം, അവരുടെ മകൾക്ക് അപ്പൻഡിസൈറ്റിസ് ആണ്. അപ്പോൾ അതിന് ഓപ്പറേഷന് എന്തെങ്കിലും സഹായം വേണം, അത് ചോദിച്ചാണ് വീട്ടിലേക്ക് കയറി വരുന്നത്. അന്നേരം അലീനയെ കാണുമ്പം ഈ കാര്യങ്ങളൊക്കെ പറയും. എന്നിട്ട് ആകെ സങ്കടമാട്ടോ. എല്ലാവരോടും ചോദിച്ചിട്ട്, അയൽവക്കത്തുള്ള എല്ലാവരോടും ചോദിച്ചിട്ട് 1000 രൂപ കിട്ടി. പിന്നെ ഓരോ വീടുകളും കയറി ഇറങ്ങി 500 രൂപ കിട്ടി. ആരും സഹായിക്കുന്നില്ല, നടന്ന് മടുത്തു, ഇനി എന്നെക്കൊണ്ട് വയ്യ എന്നൊക്കെ പറയുക. അന്നേരം അലീന ചോദിക്കുന്നുണ്ട്, മെഡിക്കൽ കോളേജിലാണ് ചെയ്യുന്നതെങ്കിൽ പൈസ വേണ്ടല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ ഓരോരുത്തരോട് ചോദിച്ചുകൊണ്ട് നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ നടത്തിയാലും ഡോക്ടറിനും നേഴ്സിനും ഒക്കെ പൈസ കൊടുക്കണം, എങ്കിലേ അവർ നന്നായിട്ട് നോക്കുകയുള്ളൂ, അല്ലെങ്കിൽ വേണ്ട മരുന്നുകളെല്ലാം പുറത്തേക്ക് എഴുതി തരുവേ ഉള്ളൂ. അതുകൊണ്ടാണ് എങ്ങനെയല്ല എൻ്റെ മോളിലെ ഓപ്പറേഷൻ നടത്തിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ വിഷമിച്ച് അവിടെ ഇരിക്കുക. അന്നേരം അലീന പറയുന്നുണ്ട്, ഇതിപ്പോൾ എങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഇങ്ങനെ ഓരോ അസുഖത്തിൻ്റെ കാര്യം പറഞ്ഞ് കള്ളത്തരം കാണിക്കുന്ന ഒരുപാട് പേരില്ലേ, അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുമോ ഇതൊക്കെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവരവരുടെ പേഴ്സിൽ നിന്ന് ഏതായാലും ഡോക്ടറെ കാണിച്ചതിൻ്റെ എന്തെങ്കിലും പേപ്പർ ആയിരിക്കും അതെടുത്ത് കാണിക്കുന്നുണ്ട്. അന്നേരം അലീന എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ നിൽക്കുക, ഞാനിപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവാണ്. അകത്തേക്ക് പോയിട്ട് അലീന വരുന്നത് 3000 രൂപയായിട്ടാണ്. അത് അവരുടെ കയ്യിലോട്ട് കൊടുക്കും. അന്നേരം അവർക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ, അതാ എണ്ണി നോക്കിയിട്ട് 3000 രൂപയോ എന്ന് ചോദിക്കും. അന്നേരം അതെ, ഏതായാലും ഇനി ഉള്ള വീടുകളെല്ലാം കയറി ഇറങ്ങി നടന്ന് ബുദ്ധിമുട്ടുണ്ട്, മോളുടെ ഓപ്പറേഷൻ നാളെ തന്നെ നടക്കണം, അവൾ സുഖമായിട്ടിരിക്കണം എന്നൊക്കെ പറയുമ്പോഴേക്കും അവർക്ക് ആകെ സങ്കടമാകുന്നുണ്ട്. അന്നേരം പറയുന്നുണ്ട്, മോളെ ഈശ്വരൻ അനുഗ്രഹിക്കും, ആരും ഇതുപോലെയൊന്നും തരികയില്ല എന്നിങ്ങനെ പറയുമ്പം ആരും തരികയില്ല, അതുകൊണ്ടാണ് ഞാൻ തന്നത്, മോളുടെ ഓപ്പറേഷൻ നടക്കട്ടെ, അത് മുടങ്ങി പോകരുത് എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പറഞ്ഞു വിടുക കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടമാണെന്നുണ്ട് അവരങ്ങ് പോകുന്നതൊക്കെ കാണും. ഏതായാലും അവരങ്ങ് പോയി കഴിഞ്ഞാൽ അലീന റൂമിലേക്ക് വരുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ ആ പൈസ എടുത്തുകൊണ്ട് എങ്ങോട്ടാണ് പോയത് എന്ന്. അന്നേരം അലീന പറയും, ഒരു സഹായം ചോദിച്ചൊരു സ്ത്രീ വന്നു, അവരുടെ മോൾക്ക് ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞത്, വേറെ പൈസയില്ല, കുറേ വീടുകൾ കയറിയിട്ടും അവർക്ക് പൈസ തികഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ കൊടുത്തു എന്ന് പറയുമ്പോൾ എത്ര രൂപ കൊടുത്തു എന്ന് ചോദിക്കുമ്പോൾ 3000 രൂപ കൊടുത്തു എന്ന് പറയും. അന്നേരം മുത്തശ്ശിക്ക് അങ്ങ് വിശ്വസിക്കാൻ പറ്റുകയില്ലേ, 3000 രൂപയോ, നിന്നെ അവർ പറ്റിച്ചതായിരിക്കും എന്ന് പറയുമ്പോൾ പറ്റിച്ചതൊന്നും അല്ലെന്നേ, ശരിക്കും അവർക്ക് ആവശ്യമുള്ളത് കൊണ്ട് ആരും കൊടുക്കുകയില്ല, അതുകൊണ്ടാണ് ഞാൻ കൊടുത്തതെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അതെ ആരും കൊടുക്കുകയില്ല, നിന്നെ പറ്റിച്ചതായെന്ന് പറയുമ്പോൾ അല്ല മുത്തശ്ശി, ആ പൈസ അവർക്ക് ഉപയോഗപ്പെടും, ആരെങ്കിലും സഹായിച്ചാലല്ലേ ആ കുട്ടിയുടെ ഓപ്പറേഷൻ നടക്കുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്, ആ പൈസ നിനക്ക് ഒതുങ്ങിയില്ലല്ലോ എന്നോർക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട് എന്ന് പറയും. അന്നേരം അലീന പറയുന്നുണ്ട്, എൻ്റെ കാര്യങ്ങളൊക്കെ ഈശ്വരൻ നോക്കിക്കോളും, അതുകൊണ്ട് എനിക്ക് അങ്ങനെ ടെൻഷനൊന്നുമില്ല, ഈ പൈസ അന്ന് മുത്തശ്ശനും മനുവേട്ടനോടെ ഞങ്ങളെ കാണാൻ വന്നായിരുന്നല്ലോ, എന്നെ കാണാനായിട്ട് അവിടെ വന്നായിരുന്നല്ലോ, അന്നേരം മമ്മിയുടെ കൈ കൊടുത്തതാണ്, ആ കയ്യിൽ നിന്ന് മേടിച്ച പൈസ ഒന്നും ഇതുവരെ പാഴായി പോയിട്ടില്ല, അതുകൊണ്ട് നല്ലതിനെ ആ പൈസ ഉപയോഗിക്കുകയുള്ളൂ എന്നിങ്ങനെ പറയുക. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, നിനക്ക് എങ്ങനെയാണ് മോളെ ഇങ്ങനെയൊക്കെ ആകാൻ സാധിക്കുന്നത്, ഇങ്ങനെ നീ മാത്രമേ കാണുകയുള്ളൂ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗ്രേസിയമ്മയാണ്. ഗ്രേസിയമ്മയുടെ അടുത്ത് നിന്നാണ് ഗ്രേസിയമ്മയുടെ മാമച്ചായൻ്റെ പെങ്ങളുടെ മോൻ പഠിച്ചത് 5 വർഷം ഡിഗ്രിയും PGയും ഒക്കെ. അന്ന് ഭയങ്കര സ്നേഹമായിരുന്നു. അതിനുശേഷം ജോലിയൊക്കെ കിട്ടി കാനഡയ്ക്ക് പോയി, പൈസയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നില്ല. തിരിച്ചു വന്നതിന് ശേഷം കോട്ടയം വരെ വന്ന് ആരോഗ്യം കണ്ടിട്ട് പോയി. അവിടുന്ന് ഗ്രേസിയമ്മയെ കാണാനായിട്ടൊന്നും വന്നില്ല. അതിൻ്റെ സങ്കടം വിളിച്ച് പറയുവാണ് അവരോട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ ഇങ്ങോട്ട് വരാൻ അവന് സമയം കിട്ടിയില്ല എങ്കിൽ അതിനുള്ള കാരണമൊക്കെ എനിക്കറിയാം, ഇനിയിപ്പോൾ കൂടുതൽ സംസാരിക്കുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഫോം വെച്ച് കഴിയുമ്പം രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്തെങ്കിലും ടെൻഷനാണോ എന്ന് ചോദിക്കുമ്പോൾ, ഒരു ടെൻഷനും ഇല്ല, ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റിയില്ല, ആർക്കും ആരോടും നന്ദിയൊന്നുമില്ല എന്നൊക്കെ പറയുമ്പം എന്താ പറ്റിയെന്ന് ചോദിക്കുക. അന്നേരം ഒന്നുമില്ല എന്ന് പറയുമ്പം രേവതിക്കുട്ടി ചോദിക്കുക, അത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്ന്. എന്താടി എന്ന് ചോദിക്കുമ്പം രേവതി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും മക്കളൊന്നുമില്ലേ, ഇവിടെ ഒരു ഫോട്ടോ പോലും കണ്ടിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ഗ്രേസിയമ്മയ്ക്ക് അങ്ങ് ദേഷ്യം വരും. നിനക്ക് എന്തൊക്കെ അറിയണം, ഇനിയിപ്പോൾ ഞങ്ങൾക്ക് മക്കളുണ്ടോയെന്ന് അറിഞ്ഞാൽ
കഴിഞ്ഞാൽ നീ ഇവിടെ നിൽക്കുമോ, അതോ വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ നിനക്ക് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ചീത്തയൊക്കെ പറഞ്ഞിട്ടെങ്കിൽ പോകും കേട്ടോ. അന്നേരം ആകെ സങ്കടമാകുന്നു രേവതിക്കുട്ടിക്ക്, കണ്ണൊക്കെ നിറഞ്ഞു വരുന്നു. അവിടുന്ന് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മാമച്ചായൻ അങ്ങോട്ട് വന്നെ. അന്നേരം മാമച്ചായൻ ചോദിക്കും, എന്തിനാടി നീ ഇവിടെ നിന്ന് കരഞ്ഞേ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയും. അന്നേരം ആ ഒന്നുമില്ല എന്ന് പറഞ്ഞതിൽ എന്തോ കാര്യമുണ്ടല്ലോ, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഇത് പറയൂ കേട്ടോ. ഗ്രേസിയമ്മ അത് ചോദിച്ചതിന് എന്നെ വഴക്ക് പറഞ്ഞു എന്ന് പറയുമ്പോൾ മാമച്ചായൻ പറയുന്നുണ്ട്, നീ എന്തിനാ ആവശ്യമില്ലാത്തതൊക്കെ ചോദിക്കാൻ പോയേ, പിന്നെ നിനക്ക് വഴക്ക് കിട്ടണം, കാരണം നീ എനിക്കിട്ട് ഒരുപാട് പാര വെച്ചിട്ടുള്ളതല്ലേ, സാരമില്ല സഹിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ സഹിച്ചോളാം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് മാമച്ചായ സങ്കടത്തോടെ പറയുവാണ്, നീ ചോദിച്ചതുകൊണ്ട് നിനക്ക് അറിയാൻ വേണ്ടി പറയുവാണ്, ഞങ്ങൾക്കൊരു മോനുണ്ടായിരുന്നു, 5 വർഷം മുമ്പ് ബൈക്ക് ആക്സിഡൻറ്റിൽ അവൻ മരിച്ചുപോയി. ഫോട്ടോയൊന്നും ഇല്ലാത്തത് കൊണ്ടല്ല ഇവിടെ വെക്കാത്തത്, അതൊന്നും കാണാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. ഇനി ഞങ്ങൾ അവനെ അങ്ങ് ഈശ്വരൻ്റെ അടുത്ത് അങ്ങ് ചെന്നതിന് ശേഷം മാത്രമേ കാണുന്നുള്ളൂ, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മാമച്ചായനും ആകെ സങ്കടമായിട്ടോ അങ്ങ് പോവുകയാണ്. പോയി കഴിയുമ്പോഴാണ് എന്തുകൊണ്ടാണ് ഗ്രേസിയെ മാത്രം ദേഷ്യപ്പെട്ടത് എന്ന് രേവതിക്ക് മനസ്സിലാകുന്നത്. രേവതിക്കും ആകെ വിഷമാവും. രേവതി നേരെ ഗ്രേസിയമ്മയുടെ അടുത്തോട്ട് ഇരുന്നേക്കും. സങ്കടം കാരണം ഗ്രേസിയമ്മയും കരഞ്ഞു എന്ന് തോന്നുന്നു. ആകെ വിഷമിച്ചിങ്ങനെ കിടക്കുക. അന്നേരം അടുത്ത് പോയി ഇങ്ങനെ കാലിൻ്റെ ഓട്ടിയിരിക്കും. എന്നിട്ട് പറയും, എന്നോട് ക്ഷമിക്കണം, എനിക്കൊന്നും അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറയും. എന്നിട്ട് ആ കാലയിലേക്ക് അങ്ങ് പിടിക്കുക. അന്തേക്കും ഗ്രേസിയമ്മ ചാടി എഴുന്നേക്കും. ആ സാരമില്ല, അന്നേരത്തെ ദേഷ്യത്തിന് ഞാൻ നിന്നോട് എന്തൊക്കെയോ പറഞ്ഞു, നീ കാര്യമാക്കണ്ട എന്ന് പറയും. എന്നിട്ട് ഗ്രേസിയമ്മ ഇങ്ങനെ പറയാൻ തുടങ്ങുവാണ്, ഞങ്ങൾക്കൊരു മോനുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴേക്കും, ഇനി പറയണ്ട, മാമച്ചായൻ എന്നോട് എല്ലാം പറഞ്ഞു, എനിക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ടാട്ടോ ഞാനിതൊക്കെ ചോദിച്ചത്, ഇനി ചോദിക്കില്ല എന്ന് പറയുമ്പോൾ അത് സാരമില്ല, നിനക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നീ അപ്പുറത്ത് പോയി ചെയ്യേ എന്ന് പറഞ്ഞ് രേവതി അങ്ങ് പറഞ്ഞു വിടുവാണ്. ഗ്രേസിയമ്മയ്ക്ക് ആകെ സങ്കടമായി, കാരണം ഒരുപാട് നാളായിട്ട് മറന്നിരുന്നതായിരിക്കും, വീണ്ടും അതെല്ലാം ഓർത്തപ്പം സങ്കടമായി. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മനുവിനെയാണ്. മനു മുത്തശ്ശിയെ കാണാനായിട്ട് വന്നേക്കുവാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങി കയറി വരുന്നത് ബാലേന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നതാണ് കാണുന്നത്. അന്നേരം അങ്കിള് പോവാണോ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ എനിക്ക് പോകണ്ടേ, എനിക്ക് ഷോപ്പ് തുറക്കാൻ സമയമായി, നീ 2 ദിവസം ഇവിടെ ഉണ്ടോടാ എന്ന് ചോദിക്കുമ്പോൾ, 2-3 ദിവസം ഉണ്ട് എന്ന് പറയുമ്പോൾ, എങ്കിൽ നീ ഇടയ്ക്ക് ടൗണിലേക്ക് ഇറങ്ങുക എന്ന് പറയും. അന്നേരം മനു പറയുന്നുണ്ട്, ഞാൻ എന്തിനാണ് ടൗണിലേക്ക് ഇറങ്ങുന്നത്, അങ്ങോട്ട് ഇറങ്ങിയാലും അങ്കിള് തിരക്കല്ലേ, എനിക്ക് ബോറടിക്കും, ഞാൻ വരുന്നില്ല എന്ന് പറയുമ്പോൾ, നീ വന്നെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ കച്ചവടം കളയാൻ പറ്റുമോ, അത് നേരെ, ഏതായാലും നീ അകത്തോട്ട് ചെല്ലുക, അകത്ത് ആൻറ്റി ഉണ്ട് എന്ന് പറയും. മനു നേരെ മുത്തശ്ശിയെ കാണാനായിട്ടാണ് ചെല്ലുന്നത്. മുത്തശ്ശി എന്ന് വിളിക്കുന്നത് എൻ്റെ മോൻ വന്നോ എന്നാണ് ചോദിക്കുന്നത്. മുത്തശ്ശിക്ക് ഒത്തിരി ഇഷ്ടമുള്ളത് മനുവിനെയാണ്. എന്നിട്ട് അടുത്ത് വന്നിട്ട്, എങ്ങനെയുണ്ട്, ഇപ്പോൾ സുഖമാണോ എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് ഒരു കസേരയൊക്കെ എടുത്ത് അടുത്തിരുന്നിട്ട് ചോദിക്കുവാണ്, എങ്ങനെയാണ് അലീനെക്കുറിച്ച് നന്നായിട്ട് നോക്കുന്നുണ്ടോ മുത്തശ്ശി എന്ന് ചോദിക്കുമ്പോൾ, പൊന്നു പോലെ നോക്കുന്നുണ്ട്, എവിടുന്ന് കിട്ടിയിടാൻ നിനക്ക് ഇതുപോലെ ഒരു കൊച്ചിനെ, നീ ചെയ്ത ഏറ്റവും വലിയ പുണ്യമാണ് അവളെ എനിക്ക് കൊണ്ടു തന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അതാ മുത്തശ്ശി സന്തോഷമായിട്ടിരുന്നാൽ മതി, അതാ എൻ്റെ സന്തോഷം എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് മുത്തശ്ശി പറയുവാണേ, എടാ എന്നാ നല്ല സ്വഭാവമാണെന്നറിയാം ആ പെങ്കുച്ചിനെ, അതെങ്ങനെയാണ് ഒരു അനാദിയായി പോയതെന്ന് എനിക്ക് മനസ്സിലാകാത്തത്, ശരിക്കും അവൾ നല്ലൊരു കുടുംബത്തിൽ പിറന്നതായിരുന്നെങ്കിൽ എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് നിർത്തുവാണേ. അന്നേരം മനു ഇങ്ങ് പോരട്ടെ, മനസ്സിലുള്ളത് ഇങ്ങ് പോരട്ടെ, അങ്ങനെ അവിടെ വെച്ചുകൊണ്ടിരിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഒന്നുമില്ല എന്ന് പറയും. അന്നേരം എന്താണേലും പറ മുത്തശ്ശി, ആ വായിൽ വരെ വന്നതല്ലേ, അതിങ്ങ് പുറത്തേക്ക് വരട്ടെ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുമ്പോൾ പറയുവാണ്, ഏതെങ്കിലും നല്ല കുടുംബത്തിൽ പിറന്നതായിരുന്നെങ്കിൽ നിനക്ക് ആ പെങ്കുച്ച് നന്നായിട്ട് ചേർന്നതിനെ, വേറെ ആരെയും നോക്കി പോകണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, അത് കൊള്ളാലോ എന്ന് പറയും. അന്നേരം മുത്തശ്ശി പറയാം, നമുക്ക് പറ്റത്തില്ലല്ലോ, അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് നിനക്ക് എങ്ങനെയാണ് ശരിയാകിയല്ല എന്ന് പറയുമ്പോൾ മനു പറയുവാണ്, മുത്തശ്ശി ആരുമില്ലാത്തവർക്കല്ലേ ആരെങ്കിലുമൊക്കെ വേണ്ടതെന്ന്. അന്നേരം നീ എന്താടാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല ചുമ്മാ പറഞ്ഞതാന്ന് പറഞ്ഞ് കളിയാക്കി ചിരിക്കുന്ന പോലെ ചിരിക്കുവാണ് മനു. എന്നിട്ട് മനു ചോദിക്കുന്നുണ്ട്, എന്തിയെ മുത്തശ്ശിയെ നോക്കാനായിട്ട് കൊണ്ടുവന്ന ആൾ ഇവിടെ കാണണ്ടേ, ഇതുവരെ കണ്ടില്ലല്ലോ, എന്തി ആൾ എന്ന് ചോദിക്കുമ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അതിൻ്റെ കാര്യമൊന്നും പറയാതിരിക്കുക ഭേദം, ഒരിടത്തിരിക്കാൻ അതിന് സമയമില്ല, ഏതായാലും വൈജയന്തിക്ക് ആ പെങ്കൊച്ചിനെ ഇഷ്ടപ്പെട്ടിട്ടില്ല, അവളോട് ചോദിക്കാതെയാണല്ലോ നീയും ബാലേന്ദ്രനും കൂടി പോയി കൂട്ടിക്കൊണ്ടു വന്നത്, അതിൻ്റെ ദേഷ്യമാണ്, പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, നീ ഇങ്ങോട്ട് അടുത്തോട്ട് വാ എന്ന് പറയും. അന്നേരം മനു മുത്തശ്ശിയുടെ അടുത്തോട്ട് പോയിരിക്കുകയെ, എന്നിട്ട് പറയുവാണ്, അവളുടെ പിള്ളേരേക്കാൾ നല്ല കളറൊക്കെ ഇല്ലേ അലീനയ്ക്ക്, അവളുടെ പിള്ളേരും അലീനയും കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ കാണാൻ ഭംഗി അലീനയെ അല്ലേടാ എന്ന് ചോദിക്കും. അന്നേരം മനു പറയുക, നമ്മളങ്ങനെ കമ്പയർ ചെയ്യുന്നത് ശരിയല്ലല്ലോ മുത്തശ്ശി എന്ന് പറയുമ്പോൾ, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൾ നോക്കും, അതുകൊണ്ടാണ് അവൾക്ക് തീരെ ഇഷ്ടമല്ലാത്തത് അലീന ശരിക്കും ഒരു നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നാൽ ആരെങ്കിലും വേലക്കാരിയാണെന്ന് പറയുമോ എന്ന് ചോദിക്കുമ്പോൾ മനു പറയും, അതില്ല എന്ന് പറയും. അത് തന്നെയാണ് അവളുടെ ദേഷ്യം, അവൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കൂന്നേ എന്നിങ്ങനെ പറയും കേട്ടോ. അന്നേരം മനു പറയുന്നുണ്ട്, എന്തൊരു കഷ്ടമല്ലേ, ആ പാവത്തിനായിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അവളുടെ സ്വഭാവം ഇങ്ങനെയാടാ, എന്താ ചെയ്യുന്നത് എന്നിങ്ങനെ പറയും കേട്ടോ. എന്ത് കാര്യമാണ് ചെയ്യരുത് എന്ന് പറയുന്നത് അത് അവൾ ചെയ്യും, അത് അവളുടെ ഒരു സ്വഭാവ രീതിയാണ് എന്ന് പറയുമ്പം മനു ചോദിക്കുന്നുണ്ട്, മുത്തശ്ശിക്ക് ഇങ്ങനെ ഫുൾ നെഗറ്റിവിറ്റി ഉള്ള ഒരു മോളുണ്ടായതെന്ന് ചോദിക്കുമ്പം മുത്തശ്ശി പറയുന്നുണ്ട്,
അങ്ങനെയൊന്നും ഇല്ലടാ, അവൾ പാവമാന്ന് പറയുമ്പോൾ പിന്നെ പാവ സ്വന്തം മക്കളോടെങ്കിലും ആൻറ്റിക്ക് സ്നേഹമുണ്ടോ അങ്കിളിനോടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം അതൊക്കെ ഉണ്ടടാ, അവൾക്ക് ദേഷ്യം വന്നാൽ അവൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ ഉള്ളൂ, ആൾ പാവമാന്ന് പറയുമ്പം മനു പറയുന്നുണ്ട് അത് നേരെ ഒരാളെ കത്തിയെടുത്ത് കുത്തിക്കൊന്നിട്ട് അയ്യോ ആൾ പാവമായിരുന്നു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നീ പോടാ അവൻ്റെ ഒരു തമാശ എന്ന് പറഞ്ഞ ഒരു കുഞ്ഞാടിയൊക്കെ വെച്ച് കൊടുക്കുവേ. എന്നിട്ട് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെയാണ് അങ്ങോട്ടേക്ക് അലീന വരുന്നത്. അലീനൊരു പാട്ടൊക്കെ പാടി ഇങ്ങനെ വാതിൽ തുറക്കുമ്പം മനുവിനെ കാണുന്നു. എന്നിട്ട് മനുവിനെ കണ്ടിങ്ങനെ അന്തിച്ച് നിൽക്കുവാണ്. അങ്ങനെ മനുവിനെ കണ്ട് ഇങ്ങനെ ഷോക്കായി അന്തിച്ച് നിൽക്കുന്ന അലീനയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.